അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, നാം ഓരോരുത്തർക്കും നമ്മളുടെ സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ബഹുമാനവും ആദരവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. അങ്ങനെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആദരവ് ലഭിക്കുവാൻ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുവാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ കറംന ബനി ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. അപ്പോൾ ആദരവ് മനുഷ്യർക്ക് ലഭിക്കേണ്ടത് അനിവാര്യതയാണ്. ആ ആദരവ് ലഭിക്കുവാൻ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു 10 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന്, നമ്മൾ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. പല രീതിയിൽ നമ്മൾ പല ആളുകളോടും വാക്ക് പറയാറുണ്ട്. കൃത്യമായി നമ്മൾ ആ വാക്ക് പാലിക്കുക എന്നുള്ളത് ഒരു ആളുടെ ബഹുമാനവും ആദരവും നമ്മൾക്ക് ഉണ്ടാക്കി തരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് സാമ്പത്തികമായിട്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ വരാമെന്ന് പറഞ്ഞാൽ ആ വാക്ക് നമ്മൾ പാലിച്ചിരിക്കണം. മറ്റൊന്ന്, നമ്മൾ സത്യം പറയുക എന്നുള്ളതാണ്. കളവ് പറയാതിരിക്കുക, സത്യം പറയുക. നമ്മൾ പല ആളുകളും ചില ചെറിയ കാര്യങ്ങൾക്ക് വരെ അതുകൊണ്ട് ഒരു കാര്യവുമില്ല എങ്കിൽ പോലും നമ്മൾ കളവ് പറയും. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായൊരു സ്ഥലം പറയില്ല, അപ്പോഴും കളവ് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ കളവ് പറയുന്ന ശീലം നമ്മൾ മാറ്റി നിർത്തി നല്ല സത്യസന്ധമായ രീതിയിൽ സത്യം പറയുന്ന ഒരാളായി മാറുക എന്നുള്ളത് നമുക്ക് ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊന്ന്, മാന്യമായ രീതിയിലുള്ള സംസാരവും പ്രവർത്തനമാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായ അദ്ദേഹത്തിൻ്റെ മറ്റ് മോശപ്പെട്ട വാക്കുകളൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ മാന്യമായ നിലയിൽ അദ്ദേഹവുമായി സംസാരിക്കുക എന്നുള്ളതും, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി മാക്സിമം കണ്ണിൽ തന്നെ നോക്കി വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാന്യമായ രീതിയിൽ സംസാരിക്കുകയും നമ്മൾ അവരോട് മാന്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ ലഭിക്കാൻ അത് കാരണമാകും. മറ്റൊന്ന്, നമ്മൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചില ആളുകളുണ്ട്, സംസാരിക്കുമ്പോൾ അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ആ പറയുന്ന വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ഒരു സ്വഭാവം ആരിലും ഉണ്ടാകാൻ പാടില്ല. അതൊരു നല്ല ശീലമല്ല. അതുപോലെ തന്നെ മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത്, ഒരു മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഒരു നല്ല ക്വാളിറ്റിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മാന്യമായ ഉള്ളതിൽ നല്ല വൃത്തിയുള്ള വസ്ത്രം തന്നെ ധരിക്കുക എന്നുള്ളതും ഒരു മനുഷ്യന് ആദരവ് ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, നമ്മളെ അവഗണിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളുടെ പിന്നാലെ നമ്മൾ ഒരിക്കലും പോകരുത്. കാരണം അവരിൽ നിന്ന് ഒരിക്കലും നമുക്ക് പരിഗണനയോ ബഹുമാനമോ ലഭിക്കുകയില്ല. നമ്മൾ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ അവഗണിച്ചു പോകുന്ന ആളുകൾ, നമ്മൾ കോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും അവർക്ക് തിരക്കാണ്, സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി പോകുന്ന ആളുകളോട് പിന്നാലെ നമ്മൾ ഒരിക്കലും പോകരുത്. അവരിൽ നിന്ന് ഒരിക്കലും നമുക്ക് പരിഗണനയോ ബഹുമാനമോ ലഭിക്കുകയില്ല. മറ്റൊന്ന്, വളരെ ദുഃഖത്തിൽ കഴിയുന്ന ചില ആളുകളുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടതിൻ്റെ പേരിൽ വേദനിച്ച് കഴിയുന്ന ആളുകൾ, അല്ലെങ്കിൽ നിത്യമായി രോഗം ഉള്ളതിൻ്റെ പേരിൽ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകൾ, അതുപോലെ മക്കളാരെങ്കിലും മറ്റാരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ മാനസികമായി തകർന്നിരിക്കുന്ന ആളുകൾ, ഇവരെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ അവരെ കാണുമ്പോഴൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച് അവരെ കുത്തി നോവിക്കുന്ന ഒരു സ്വഭാവം ചില ആളുകളുണ്ട്. ആ സ്വഭാവം ഒരിക്കലും നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. അത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമല്ല. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയുള്ള സ്വഭാവം വെച്ച് പുലർത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്ന്, നമുക്ക് ചില കാര്യങ്ങൾ നമ്മളോട് ചില മധ്യസ്ഥയ്ക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ അഭിപ്രായം ചോദിക്കുമ്പോൾ, ആ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ യെസ് പറയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ നോ പറയേണ്ടതുണ്ട്.
ഈ നോ പറയേണ്ട സമയത്ത് നോ പറയുകയും എസ് പറയേണ്ടടുത്ത് എസ് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നമ്മൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാതിരിക്കുകയും അതിനെ ഇങ്ങനെ ലാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലും വിഷമത്തിലും പ്രയാസത്തിലും ആക്കാൻ അത് കാരണമാകും. അവരിൽ നമ്മളിലുള്ള മതിപ്പും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ അമിതമായി നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുക. ചില ആളുകൾ അത് നമ്മുടെ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം. ആ നെഗറ്റീവോ പോസിറ്റീവോ ആയ കാര്യങ്ങൾ നമ്മൾ അമിതമായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം നാളൊരു സമയം ഇതേ വിഷയം തന്നെ അവർക്ക് നമുക്കെതിരെ അത് മറ്റുള്ളവരിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മാന്യതയ്ക്ക് മാന്യമായ നമ്മുടെ ബഹുമാനവും ആദരവും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അമിതമായി നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഇത് കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.